ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ പ്രവാചക പഠന പരമ്പരയിലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ അധികാരം ലഭിച്ച അധികാരിയായി പരിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിച്ച പ്രവാചകന്മാരിൽ ഒരാളാണ്. ആദ്യത്തെ പ്രവാചകനാണ് യൂസുഫ് അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ 27 ആയത്തുകളിലായി 27 പ്രാവശ്യം അദ്ദേഹത്തെ പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ 25ഓളം പരാമർശവും സൂറ യൂസുഫിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. സൂറത്ത് അൻആമിലെ 84-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് ആ തുടർച്ച എന്ന നിലയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരും പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വഹബ്നാ ലഹു ഇസ്ഹാഖ് വ യാഖൂബ് കുല്ലൻ ഹദൈന. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെയും യാക്കൂബിനെയും നൽകിക്കൊണ്ട് അവർക്ക് ഹിദായത്ത് നൽകി എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം, അതിൻ്റെ കൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും ഈ ആയത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു ആയത്ത് അത് സൂറ ഗാഫിറിലെ 34-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് ജാഅകും യൂസുഫ് മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് മുമ്പ് യൂസുഫിനെ നാം അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൂടിയാണ് വന്നിരുന്നത്. വമാസിത്തും ഫി ശക്കിൻ മിമ്മാ ജാഅകും ബിഹി, എന്നാൽ അതിൽ നിങ്ങൾ സംശയം കൊണ്ട് സന്ദേഹത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സന്ദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, സംശയം പുലർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. ഹത്താ ഇദാ ഹലക ഖുൽതും ലൻ യബഅസല്ലാഹു മിൻ ബഅദി റസൂല, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നിര്യാതനായപ്പോൾ നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ശേഷം അള്ളാഹു ഇനിയൊരു ദൈവദൂതനെ അയക്കുകയില്ല എന്ന് പറയുന്നു. ആ ഒരു ഭാഗത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഗാഫിറിലെ 34-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം മുഴുവനും പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറ യൂസുഫിലാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ മുഴുവനും നടത്തുന്നത്. എന്തുകൊണ്ടാണ് സൂറ യൂസുഫിൽ ആ സൂറത്ത് മുഴുവനും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെ പരാമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ സബബുൻ നുസൂൽ, ഈ സൂറത്തിൻ്റെ അവതരണത്തിന് തന്നെ പ്രത്യേകമായ ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കി കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്താൽ തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവുകയും ഇതുവരെ യൂസുഫിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ, കാരണം യഹൂദരും ക്രിസ്ത്യാനികൾക്കിടയിലും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രവാചകൻ എന്ന നിലയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ആ ചോദ്യങ്ങൾക്ക് മുഴുവനും മറുപടിയായി കൊണ്ട് തന്നെ ഈ സൂറത്ത് അവതരിക്കുന്നു എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളൊന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ യൂസുഫിലൂടെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിത നിമിഷങ്ങൾ വരെ എല്ലാം ഇതിൽ വളരെ വ്യക്തമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ സൂറത്തിന് തന്നെ വ്യക്തമായ അവതരണ ലക്ഷ്യങ്ങളും കൂടിയുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ആഗ്രഹിക്കുന്ന, അവിടുന്ന് നാട് കടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലും കൂടിയാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി കൂടുതൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ഒരുപാട് പാഠങ്ങളും കൂടി പഠിപ്പിക്കുന്ന ഒരു ഭാഗവും കൂടിയാണ്, ഒരു ചാപ്റ്ററും സൂറത്തും കൂടിയാണ് സൂറ യൂസുഫ് എന്ന് പറയുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽക്കുന്ന നിരവധി പരീക്ഷണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ കൂടി പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഖുറൈശി നേതൃത്വവും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുണ്ടാകുന്ന പ്രശ്നം, ആ പ്രശ്നത്തെ, അതായത് സൂറ യൂസുഫിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചതുപോലെ ഒരു വഹയ്യ്, ആ വഹയ്യ് അല്ലെങ്കിൽ പ്രവാചകത്വം അത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ തുടക്കക്കാലത്ത് തന്നെ ലഭിക്കുകയും അത് തൻ്റെ മാതാപിതാക്കളോട് ഇത് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് മറുപടി എന്ന നിലയിൽ അവർ കൊടുക്കുന്ന ഉത്തരങ്ങളും കൂടി വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ഞാനിങ്ങനെ സ്വപ്നം കണ്ടുവെന്നും ആ സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഗ്രഹങ്ങളുമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭാഗത്ത് യാക്കൂബ് അലൈഹി ഇസ്ലാം യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലുള്ള ഒരു ബന്ധം, അതായത് പിന്നീട് അതിന് നേരിടുന്ന വെല്ലുവിളികൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശി അവിടുത്തെ അറബ് സമൂഹമായും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് അതിൽ കൂടുതൽ കാണുവാൻ കഴിയും. യൂസുഫ് നബിയും സഹോദരന്മാരും തമ്മിലുള്ള പ്രശ്നവും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശി നേതൃത്വം തമ്മിലുള്ള ഒരു പ്രശ്നത്തോട് തന്നെ നമുക്കിതിൽ താരതമ്യം ചെയ്യുവാൻ കഴിയും. കാരണം യാക്കൂബ് അലൈഹി ഇസ്ലാം ഈ ഒരു സ്വപ്നത്തിന് ശേഷവും പിന്നീടും അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഒരു സ്നേഹവും ആ ഒരു അടുപ്പവും മുതിർന്ന സഹോദരന്മാർക്കിടയിൽ കൂടുതൽ ഒരു അസൂയ ഉണ്ടാക്കുവാൻ കാരണമാവുകയും അത് ഇദ്ദേഹത്തെ വധിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടാകുന്നതായി നമുക്ക് സൂറ യൂസുഫിൻ്റെ ഭാഗത്ത് തന്നെ ചരിത്രപരമായി തന്നെ നമുക്ക് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അത് ആ ഒരു സാഹചര്യത്തിൽ അതേപോലെ തന്നെ ആ നാട്ടിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പുറത്താക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാപ്പാട പിതാവിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് തന്ത്രപൂർവ്വം യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വിളിച്ചു കൊണ്ടുപോവുകയും അത് പിന്നീട് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണുവാൻ കഴിയും. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാനുള്ള തീരുമാനവും പലതരത്തിൽ ഗൂഢാലോചന നടത്തുന്ന അനുഭവവും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പിന്നീട് ആരാണോ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച സഹോദരന്മാർ, അവർ തന്നെ അതേ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അവർ വലിച്ചെറിഞ്ഞ സഹോദരൻ്റെ കാൽക്കൽ പോലും വരാൻ നിർബന്ധിതനാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് സൂറ യൂസുഫിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സംഭവിച്ചത്. മക്ക ഫതഹിന് ശേഷം ഈ ആൾക്കാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി എതിർത്ത ആൾക്കാരെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു ദയാവായ്പിന് വേണ്ടി യാചിക്കുന്ന ഒരു ചിത്രവും കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലഖദ് കാന ഫീ യൂസുഫിൻ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസ്സായിലീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതായത് ചോദിക്കുന്നവർക്ക്, യൂസുഫിൻ്റെയും സഹോദരന്മാരുടെയും കഥയിൽ ഈ ചോദിച്ചു വരുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതവുമായി ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്നതായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്കറിയാമല്ലോ, ഒരു 10 വർഷത്തിന് ശേഷം അവിടെ മക്കൻ ഫത്ത് ഉണ്ടാവുകയും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യവും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അടിച്ച് പുറത്താക്കിയ സഹോദരന്മാർ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് ചരിത്രത്തിൽ ഈ സൂറ യൂസുഫിൽ തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാം തന്നെ അടിച്ച് പുറത്താക്കാൻ ശ്രമിച്ച സഹോദരന്മാരോട് യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നൊരു വർത്തമാനമുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാം തന്നെ പറയുന്നത്, ഇന്ന് നിങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികാര നടപടിയുമില്ല. യാഫിർ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അതുപോലെ തന്നെ വഹുവ അർഹമുർ റഹീമീൻ, അള്ളാഹു ഏറ്റവും വലിയ കരുണാവാരിധിയായ ആണല്ലോ എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം അവർക്ക് മറുപടി പറയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതേ മറുപടി തന്നെ മക്കം ഫത്തഹിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ വരികയും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തിരിച്ച് മറുപടി പറയുന്നത്, അഹുൻ കരീമുൻ വബ്നു അഖിൻ കരീം, നീ വളരെ നല്ലവനായ കരുണാമയനായ ഒരു സഹോദരനാണ്, അങ്ങനെയുള്ള ഒരാളുടെ മകനും കൂടിയാണ് താൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്ന ആ ഒരു വർത്തമാനത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇനി അഖൂലു ലക്കും കമാ ഖാല യൂസുഫ് ലി ഇഖ്വതിഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഞാനും നിങ്ങളോട് യൂസുഫ് അലൈഹി സ്വലാം അവൻ്റെ സഹോദരന്മാരോട്, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പറഞ്ഞ മറുപടി തന്നെയാണ് ഞാൻ പറയുന്നത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബു വഅൻതും തുലഖാ. ഇന്ന് നിങ്ങൾക്ക് മേൽ യാതൊരു തരത്തിലുമുള്ള ഒരു പ്രതികാര നടപടിയുമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോവാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി പറയുന്നതും ഇതേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചർച്ചകളുമായി തന്നെ ബന്ധമുണ്ട് എന്നാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ സ്വപ്ന ദർശനം ഉണ്ടാവുന്നതിന് ശേഷം പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ പ്രതികാര നടപടിയും അവസാനം വാപ്പയിൽ നിന്ന് തന്ത്രപൂർവ്വം പിടിച്ചുകൊണ്ടു പോവുകയും ആദ്യം വധിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ അതിലൊരാൾ വധിക്കേണ്ടതില്ല, വലിച്ചെറിയാമെന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് അത് അദ്ദേഹത്തെ കിണറ്റിലെറിയുന്നതിന് ശേഷം പിന്നീട് ഒരു കച്ചവട സംഘം അതിൽ വഴി കാണുകയും അത് അറിയുകയും അവിടെ കൊണ്ടെത്തിക്കുകയും ഈജിപ്തിൽ കൊണ്ട് വിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെയും നമുക്ക് സൂറ യൂസുഫിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രധാനി, അസീസ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അയാളെ പരാമർശിക്കുന്നത്. പ്രധാന അധികാരത്തിലുണ്ടായിരുന്ന ഒരാൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അവിടുന്ന് വാങ്ങുകയും പിന്നീട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സംഭവത്തിന് ബൈബിളിൽ ഇതിൻ്റെ തന്നെ മറ്റൊരു വിശദീകരണവും കാണുവാൻ കഴിയും. പലപ്പോഴും ബൈബിളിൽ പരാമർശിച്ച പലതരത്തിലുള്ള ഈ ചരിത്ര പരാമർശങ്ങൾക്ക് നേരെ എതിരായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ വിശദീകരണങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത. കാരണം ഇവർ തന്നെയും അതിലെ സഹോദരന്മാരുടെ ഇടപാടുകളെയും അവരുടെ രീതികളെയും പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് മറ്റൊരു രീതിയിലും ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആനിൽ എങ്ങനെയാണ് സൂറ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതെന്നും അതുപോലെ തന്നെ അത് ബൈബിളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഹസ്രത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെയും പരാമർശിക്കുന്നതെന്നും വളരെ വിശദമായി തന്നെ ഓരോ ആയത്തുകളുടെയും വ്യാഖ്യാനത്തിൻ്റെ പോയിന്റുകളിൽ നമുക്ക് കൂടുതൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ക്യാരക്ടറിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സ്വഭാവം പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നതായും നമുക്ക് വിവിധ ആയത്തുകളിലൂടെ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്കറിയാം ഇദ്ദേഹം അവിടെ ഈ 23-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗങ്ങളിൽ അസീസിൻ്റെ ഭാര്യ ബൈബിൾ തൽമൂദുകളിൽ സലീഖ എന്ന പേരിലാണ് ഉദ്ധരിക്കുന്നത്. ഈ സലീഖ ആ സ്ത്രീ വളരെ സുന്ദരനായിരുന്ന യൂസുഫ് അലൈഹി സ്വലാമിനെ അവിടെ അവരിൽ ലൈംഗിക തൃഷ്ണ കാണിക്കാനുള്ള ശ്രമം നടത്തുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും കുപ്പായത്തിൻ്റെ പുറം ഭാഗം കീറുകയും അത് കണ്ടുകൊണ്ട് വന്ന ഒരു ഫാമിലി മെമ്പർ അത് പിന്നീട് അവിടെ എത്തുകയും അവരുടെ സാക്ഷിയിൽ നിന്ന് അത് സത്യം എന്താണെന്ന് വ്യക്തമാവുകയും ചെയ്യുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അത് ബൈബിളിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വിശദീകരിക്കുന്നത്. കാരണം അവിടെ ബൈബിളിൻ്റെ വിശദീകരണ പ്രകാരം ആ കുപ്പായം മുഴുവനും അവരുടെ കയ്യിലായി എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. പക്ഷേ ഖുർആൻ തന്നെ പറയുന്നത് പുറം ഭാഗം കീറിയ രക്ഷപ്പെട്ടു പോകുന്ന അവിടുന്ന് ഓടിപ്പോകുന്ന ഒരു യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചിത്രീകരണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ ഇസ്രായേലി കഥകളുടെ ഈ ഒരു ആധിക്യം കാരണം മുസ്ലിം സമൂഹത്തിൽ സുലൈഖ യൂസുഫ് അലൈഹി സ്വലാം ഇവരുടെ പ്രണയത്തെക്കുറിച്ചും പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും വിശദീകരണങ്ങളും അതുപോലെ തന്നെ അവരുടെ വിവാഹത്തിൽ പോലും അവസാനിക്കുന്ന കഥകൾ പോലും മുസ്ലിം സമൂഹത്തിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ വിഷമം നിറഞ്ഞൊരു വസ്തുത കൂടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് പോത്തിഫറ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരാളുടെ ആ ഭാഗത്തുണ്ടായിരുന്ന മറ്റൊരാളുടെ അസ്ലത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ബൈബിളും തൽമൂദിലും ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതായി പരാമർശിക്കുന്നത്. പക്ഷേ പിന്നീട് ഇസ്രായേലി കഥകളിലൂടെ അത് സലീഖയെ വിവാഹം കഴിച്ചു എന്ന രീതിയിലുള്ള വിശദീകരണം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ അത് ഏത് സ്ത്രീയിൽ നിന്നാണോ യൂസുഫ് അലൈഹി സ്വലാം രക്ഷപ്പെടാൻ ശ്രമിച്ചത്
ആ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്നത് ഖുർആൻ്റെ തന്നെ മൗലികമായ ചരിത്ര വിശദീകരണത്തിന് എതിരാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു തരത്തിലാണ് പരിശുദ്ധ ഖുർആൻ ആ ഒരു തെറ്റിദ്ധാരണകളെ പോലും തിരുത്താനുള്ള ശ്രമം നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമ അവലംബിക്കുന്ന ഒരു ഭാഗവും കൂടി ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ആ വളരെ അള്ളാഹുവിൻ്റെ ഈമാൻ നിലനിർത്തുന്ന ഒരു സാഹചര്യവും കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഈ ഒരു സ്ത്രീ സലീക്ക എന്ന് പറയുന്ന സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ വരികയും പിന്നീട് ആ ഒരു സാഹചര്യത്തിൽ യൂസുഫ് അലൈഹി സ്വലാം പറയുന്ന ഒരു വർത്തമാനം പരിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, പടച്ചവനെ, എനിക്ക് ഈ ഒരു ജയിൽ ജീവിതമാണ് ഇതിനേക്കാളും നല്ലത് എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഈമാനെ സംരക്ഷിച്ചു നിർത്താനുള്ള രീതി എന്ന നിലയിൽ യൂസുഫ് അലൈഹി സ്വലാം അവിടെ വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുമപ്പുറം അദ്ദേഹത്തിൻ്റെ ജയിൽ വാസത്തിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന 2 സഹതടവുകാരോടുള്ള യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ദഅവത്തിൻ്റെ ഒരു ഘട്ടവും കൂടി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ഭാഗത്ത് അവിടെയാണ് അദ്ദേഹം എത്രത്തോളം ആദ്യത്തിൻ്റെ ദഅവത്തിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ഭാഗത്ത് അദ്ദേഹം അവരോട് ഈ 2 പേർ 2 സ്വപ്നം കാണുകയും അതിലൊരാൾ വീഞ്ഞു കൊടുക്കുന്നതും മറ്റൊരാളുടെ തലയിൽ റൊട്ടിയും അവിടെ അത് പക്ഷികൾ കൊത്തിത്തുന്നതുമായി ബന്ധപ്പെട്ട അനുഭവം പറയുമ്പോൾ, അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ വിശദീകരണം പറഞ്ഞു തരാം, പക്ഷേ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന രീതിയിൽ ഇവരോട് യൂസുഫ് അലൈഹി സ്വലാം ദഅവത്ത് നടത്തുന്നതും പോലും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ഭാഗത്താണ് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ദായി എന്ന് പറയുന്ന ഒരു മുഖം പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് സൂറ യൂസുഫിൻ്റെ ഉള്ളടക്കത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത. അങ്ങനെ അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി, ഈ ആൾക്കാർ എന്നെ വിളിക്കുന്നതിൽ നിന്നും സിജ്നാണ്, അതായത് തടവറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അവിടെ യൂസുഫ് അലൈഹി സ്വലാം മറുപടി പറയുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ഈ തടവറ ലൈഫിൽ അവിടെ ഉണ്ടായിരുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം പറയുന്നത് അവിടെ നിരവധി വർത്തമാനങ്ങൾ അവർക്കിടയിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഇന്നി തറക്തു മില്ലത ഖൗമി ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. അവിടെ യൂസുഫ് അലൈഹി സ്വലാം ആ സഹോദരന്മാരോട് പറയുന്നത്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ ഖൗമിനെ ഞാൻ ഒഴിവാക്കുകയും അവർ കാഫിറാണെന്ന് പറയും. വത്തബഅതുമില്ലാത്ത ആബാ ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാഖൂബ്, അതായത് എൻ്റെ പിതാക്കന്മാരായ ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാക്കൂബിൻ്റെയും മില്ലത്തിനെയാണ് ഞാൻ പിൻപറ്റുന്നതെന്നും വമാകാന അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, നമുക്ക് അവിടെ വേറൊന്നും ഷിർക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നും ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വഅലന്നാസ്, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഫദ്ലാണെന്നും വലാകിൻ അക്സറന്നാസി ലാ യഷ്കുറൂൻ, ഇതൊന്നും ജനങ്ങളാരും ഈ നന്ദി കാണിക്കുന്നില്ല, അധിക ജനങ്ങളും നന്ദി കാണിക്കുന്നില്ല എന്നുള്ളൊരു മറുപടിയും എന്നുള്ളൊരു വർത്തമാനം ഈ ഭാഗത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ഒരു ഭാഗമായി അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാം തുടരുന്നുണ്ട്, യാ സാഹിബ സിജ്ൻ അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹിൽ വാഹിദുൽ ഖഹാർ, വളരെ ശക്തനായ ഏകനായ അള്ളാഹുവാണോ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള അർബാബുകളാണോ ഏറ്റവും ഖൈർ എന്ന രീതിയിൽ യൂസുഫ് അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നുണ്ട്. മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാൻ സമ്മൈതുമുഹാ അൻതും വ ആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഈ നിങ്ങളൊക്കെ ആരാധിക്കുന്ന നിങ്ങൾ തന്നെ പേരിട്ട് വിളിച്ച ഈ ദൈവങ്ങളെയാണ്, നിങ്ങളുടെ പിതാക്കളും പേരിട്ട് വിളിച്ച ഈ ദൈവങ്ങളെയാണ്. അള്ളാഹു അതുപോലെ തന്നെ അവർക്ക് യാതൊരു അധികാരവുമില്ല എന്ന് ഇൽ ഹുക്കും ഇല്ലാലില്ല, പരമാധികാരം ഹുക്കും എന്ന് പറയുന്നത് അള്ളാഹുവിനാണ് എന്ന് ഈ ഒരു ചർച്ച യൂസുഫ് അലൈഹി സ്വലാം അവിടെ തുടർന്ന് പറയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ തന്നെ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്, എല്ലാം സ്വയം ചിന്തിച്ചു നോക്കുക,
അതുപോലെ തന്നെ ഈ വിഭിന്നങ്ങളായ ദൈവങ്ങളാണോ, അതല്ല സർവത്തെയും മടക്കി വാഴുന്ന ഏകനായ അള്ളാഹുവാണോ ഉത്തമം എന്ന് യൂസുഫ് അലൈഹിസ്സലാം അവരോട് ഈ ഭാഗത്ത് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവനെ കൂടാതെ മറ്റാർക്കും നിങ്ങൾക്ക് അടിമപ്പെടരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതത്ര ഏറ്റവും തികച്ചും ചൊവ്വായ ജീവിത മാർഗം എന്ന് ആ ഭാഗത്ത് തന്നെ യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ സഹതടവുകാരോട് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ജയിലിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ പോലും യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് വേണ്ടി അവിടെ ദഅവത്ത് എങ്ങനെ നടത്തണം എന്ന രീതിയിൽ പോലും കാണിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നഭരിതമായ ഒരു ജയിൽവാസത്തിൽ പോലും കൂടെയുള്ളവരോട് സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ് ഈ ഭാഗത്ത് ഏകദേശം 40-30 ശേഷമുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് എന്നുമാണ് ഇത് പറയുന്നത്. അതിനുശേഷം പിന്നീട് അവർ നടത്തിയ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും കൂടി അവിടെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ ഒരുത്തൻ തൻ്റെ യജമാനന് മിസ്രിലെ രാജാവിന് മദ്യം വിളമ്പുമെന്നും എന്നാൽ മറ്റവന് അവൻ ശിരസിൽ ക്രൂശിക്കപ്പെടുമെന്നും അവൻ്റെ ശിരസ് പക്ഷികൾ കൊത്തിത്തിന്നതുമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം അവിടെ അദ്ദേഹം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിനുശേഷം അത് തന്നെയാണ് പിന്നെ ചരിത്രത്തിൽ സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പരാമർശിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷം അവിടെ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സഹതടവുകാരോട് തന്നെ പറയുന്നത് എൻ്റെ കാര്യം നിങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കണമെന്നും, അതായത് ഇവിടെ ജയിലിലെ എന്താ നടന്നതെന്നുള്ള വിശദീകരണം അവിടെ ആൾക്കാർക്ക് ബോധിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരു വിശദീകരണം കൂടി അവിടെ പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു ചരിത്ര പശ്ചാത്തലം പറയുന്നത് അവിടുത്തെ തന്നെ രാജാവ് അദ്ദേഹം തന്നെ ഒരു സ്വപ്നം കാണുന്ന ഒരു വിശദീകരണം പറയുന്നുണ്ട്. വഖാലൽ മലിക് എന്ന് പറയുന്ന ഭാഗത്ത് 43-ാമത്തെ ആയത്ത് മുതൽ അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് സൂറ യൂസുഫിൽ കാണാം. മലിക് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. അതിൽ വഖാലൽ മലിക് ഇന്നി അറാ സബ ബഖറാത്തിൻ സിമാൻ യഅ്കുലുന്ന സബ ഇജാഫുൻ വസബ സുംബുലാത്തിൻ ഖുദറുൻ വഖുറയ യാബിസാത്ത് എന്ന രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ മെലിഞ്ഞ പശുക്കൾ വളരെ തടിച്ചു വീർത്ത പശുക്കളെ തിന്നുകൊണ്ടിരിക്കുന്നു. 7 പച്ചയായ ധാന്യക്കതിരുകളും വേറെ 7 ഉണങ്ങിയ കതിരുകളുമുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അഫ്തൂനി ഫീ റുയാഇ ഇൻ കുന്തും ലിറുയാ തഅബുറൂൻ, ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വ്യാഖ്യാനിച്ച് തരിക എന്ന് പറയുന്ന ഒരു വിശദീകരണമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഇത് പറയുന്നത് അൽഗാഫ് അഹ്ലാം, ഇത് വെറും നിരർത്ഥകമായ പൊയ്ക്കിനാബുകളാണ് എന്ന രീതിയിലാണ് അവർ മറുപടി പറയുന്നത്. പക്ഷെ എന്നാൽ രാജാവ് അതിൽ തൃപ്തിയാവാതിരിക്കുകയും നേരത്തെ ആരെയാണോ എൻ്റെ കാര്യം കൊട്ടാരത്തിൽ പറയണമെന്ന് പറഞ്ഞ ആ സേവകൻ അത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഓർമ്മ വരികയും അദ്ദേഹം ഇവിടെ രാജാവിൻ്റെ മുമ്പിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോഴാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മറുപടിയാണ് നമുക്ക് അതിനുശേഷമുള്ള ആയത്തുകളിൽ പറയുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാം അതിന് മറുപടി പറയുന്നുണ്ട്. അതായത് ആ ഏകദേശം 46 മുതലുള്ള ആയത്തുകൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ്. 46 മുതൽ 49 വരെയുള്ള ആയത്തുകൾ അദ്ദേഹം ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ പറയുന്നത് 7 ആണ്ടുകൾ നിങ്ങൾ തുടർച്ചയായി കൃഷി ഇറക്കിക്കൊണ്ടിരിക്കും. ഇക്കാലത്ത് കൊയ്തെടുക്കുന്നതിൻ്റെ ചെറിയൊരു വിഹിതം മാത്രം ആഹാരത്തിനെടുക്കുകയും ശിഷ്ടമുള്ള കതിരുകൾ സൂക്ഷിച്ചു വെക്കുവാനും ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാം ആയത്തുകളിൽ മറുപടി പറയുന്നുണ്ട്. കാരണം അനന്തരം കടുത്ത ക്ഷാമം വരുമെന്നും ഒരു 7 ആണ്ടുകൾ 7 വർഷക്കാലം ക്ഷാമം വരുമെന്നും അക്കാലത്ത് ഈ ശേഖരിച്ചു വെച്ചിരുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറയുന്നു. എന്നിട്ട് അതിൽ രാജാവ് കാണാത്ത സ്വപ്നത്തിൻ്റെ ഒരു എക്സ്ട്രാ വിശദീകരണം യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ പറയുന്നുണ്ട്. അനന്തരം ഒരു വത്സരം വരും, അതിനുശേഷം മറ്റൊരു കാലഘട്ടം വരും. സുമയ്യത്തി മിൻബാദി ദാലിക ആമുൻ ഫീ, ഒരു വർഷം വരും. അന്ന് യുഗാസുന്നാസു ഫീഹി അസിറൂൻ, അന്ന് ജനങ്ങൾക്ക് അനുഗ്രഹവും സുഭിക്ഷതയും ലഭിക്കും. അക്കാലത്ത് അവർ ഫലങ്ങളിൽ നിന്ന് എണ്ണയും മറ്റും പിഴിഞ്ഞെടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു വിശദീകരണവും കൂടി, ഒരു പ്രത്യേക വിശദീകരണം കൂടി യൂസുഫ് അലൈഹി സ്വലാം അവിടെ രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെയാവാം അദ്ദേഹത്തിൽ ആകർഷണനാവുകയും പിന്നീട് യൂസുഫ് അലൈഹി സ്വലാം ആ ജയിൽവാസത്തിൽ നിന്ന് മോചിതനാവുകയും പിന്നീട് ഇവിടെ പരാമർശിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ അധികാരമുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ്.
പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിൽ മുഴുവൻ ക്ഷാമമുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഫലസ്തീനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് വളരെ സുഭിക്ഷമായ ക്ഷേമം നിറഞ്ഞ ഒരു നാട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി, ഭക്ഷണവും മറ്റു സാധനത്തിന് ആവശ്യത്തിന് വേണ്ടി അവിടെ എത്തുകയും അത് തൻ്റെ സഹോദരന്മാരാണെന്ന് അറിയുകയും ആ സഹോദരന്മാരിലൂടെ ബാക്കിയുള്ള ചരിത്രം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വിശദീകരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുകയും അവർ തന്ന ക്യാഷ് തന്നെ അവരുടെ ഭാണ്ഡത്തിൽ വെക്കുകയും പിന്നീട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തൻ്റെ സഹോദരൻ ബിന്യാമിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ബിന്യാമിൻ്റെ കൊണ്ടുവന്നതിന് ശേഷം ബിന്യാമിൻ്റെ അവിടെ ഭാണ്ഡത്തിൽ ഒരു അവിടുത്തെ ഒരു പാത്രം വെക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തന്ത്രപൂർവ്വം അവിടെ നിർത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രവും കൂടി പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതായത് ബിന്യാമിനോട് അദ്ദേഹം തൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കുകയും പിന്നീട് കരഞ്ഞ് ബിന്യാമിന് പോലും ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിൻ്റെ കുപ്പായം ഊരിക്കൊടുക്കുകയും ആ കുപ്പായത്തിന് മണം ലഭിക്കുകയും തൻ്റെ മകൻ്റെ മണമാണ് എന്ന് മനസ്സിലാക്കുകയും അത് കണ്ണിലോ ഇടുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരഞ്ഞ് മുൻകാലങ്ങളിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ വിയോഗത്തിൽ കരഞ്ഞുകൊണ്ട് കാഴ്ച നഷ്ടമായ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു സംഭവം കൂടി ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം അവസാനം എല്ലാ കുടുംബത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരികയും തൻ്റെ സഹോദരന്മാർക്ക് മുമ്പിൽ സത്യം വെളിപ്പാക്കുകയും എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുമ്പിടുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് പരിശുദ്ധ ഖുർആൻ അവസാന ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നത്. ഈ ഒരു വിശദീകരണം മുഴുവനും ആ ഭാഗത്താണ് ലാ തസ്രീബ അലൈക്കും എന്ന് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പറയുന്ന വിശദീകരണങ്ങളൊക്കെയും യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്. ഈ ഒരു വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഓരോ സംഭവവും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്താക്കുന്ന സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിനെ വധിക്കുന്ന വിഷയം, തൻ്റെ കുടുംബക്കാർ തന്നെയും അദ്ദേഹത്തെ ആട്ടി ഓടിക്കാനുള്ള ശ്രമം, അതിനുശേഷം അവിടെ എത്തുകയും അധികാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു, രണ്ടുപേർക്കും അധികാരത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു, തിരിച്ച് അവരെ കുടുംബക്കാരെ മുഴുവൻ അങ്ങോട്ട് എത്തിക്കുകയും അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കീഴ്വണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെയും ഒരുതരം പ്രവചനങ്ങളിലേക്ക് പോലും ചൂണ്ടിക്കാട്ടുന്ന സൂറത്താണ് സൂറ യൂസുഫ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുക്കുവാൻ വേണ്ടി യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ചോദിച്ചവർക്ക് വളരെ വ്യക്തമായ തരത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ വളരെ വിശദമായ ഒരു മറുപടി തന്നെയാണ് ഈ സൂറത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് നൽകുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫും ജീവിതവും അതുപോലെ തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവും വളരെ അഭേദ്യമായ ബന്ധം ഈ പരിശുദ്ധ ഖുർആൻ ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ അതിലെ പ്രധാനമായ ചില പോയിന്റുകൾ എന്ന് പറയുന്നത് മക്കക്കാരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ സ്വഭാവത്തെ ഈ സൂറത്തിലൂടെ പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മക്കക്കാരുടെ സ്വഭാവത്തെ പരാമർശിക്കുക എന്ന രീതിയിൽ കൂടി അത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാരുടെ ജീവിതത്തിലൂടെ മക്കക്കാരുടെ ആ ഒരു പ്രതിലോമകരമായ ചിന്താഗതിയെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വധിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ശ്രമിച്ചതുപോലെ തന്നെ മക്കക്കാർ അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിച്ച ഒരു പരാമർശവും നമുക്ക് ഇതിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിനെ വധിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പടച്ചവൻ രക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുന്ന പല സാഹചര്യം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാം ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. യൂസുഫ് അലൈഹി സ്വലാം ഈജിപ്തിൽ അധികാരം ലഭിക്കുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മദീനയിലെ ഏറ്റവും സുപ്പീരിയറായ ലീഡറായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവസാനം പ്രധാനപ്പെട്ട പോയിന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ യൂസുഫ് അലൈഹി സ്വലാം വിജയശ്രീലായി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കീഴ്വണങ്ങുകയും ചെയ്യുന്നത് പോലെ തന്നെ 10 വർഷത്തിനിടയിൽ തന്നെ മക്കൻ ഫതഹ് ഉണ്ടാവുകയും എല്ലാവരും മക്കക്കാരടക്കം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കീഴ്വണങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ
രണ്ട് അനുഭവങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവവും അതുപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ചരിത്രവും ഒത്തിണങ്ങുന്ന ഒരു തരത്തിലാണ് സൂറ യൂസുഫ് പോലും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ മോറൽ, അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ വശം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ സലീഖ എന്ന് പറയുന്ന ആ സ്ത്രീ പോലും അവരുടെ ഒരു സ്റ്റാറ്റസ് തെളിയിക്കുവാൻ വേണ്ടി നാട്ടുമുഴുക്കെ തൻ്റെ വളർത്തുപുത്രനെതിരെ സലീഖ ഈ ലൈംഗിക അഭിനിവേശം കാണിച്ചു എന്ന് പറയുന്ന വർത്തമാനം ഉണ്ടാകുമ്പോൾ അവരെല്ലാവരെയും, എല്ലാ സ്ത്രീകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിന് അവരുടെ മുന്നിലേക്ക് നടന്നു പോവുകയും യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവരെല്ലാവരും അവരുടെ വിരൽ മുറിക്കുന്ന സീന് പോലും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം പരിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എന്നിട്ട് പോലും ഈ തരത്തിലുള്ള പലവിധ തരത്തിലുള്ള അധാർമികമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അതിൽ നിന്നൊക്കെ മാറുകയും ഈമാൻ അടിയുറച്ച് നിൽക്കുകയും സെൽഫ് കൺട്രോൾ ശക്തമാക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായി നമുക്ക് യൂസുഫ് അലൈഹി സ്വലാമിനെ കാണുവാൻ കഴിയും. വളരെ സന്നിഗ്ധമായ സാഹചര്യത്തിൽ പോലും അവിടെ ജയിലിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുന്ന ഒരാളെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വളരെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് തൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി പുതിയ ആവിഷ്കാരങ്ങൾ, നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ പോയിന്റുകൾ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലൂടെ വളരെ വ്യക്തമാക്കുന്ന ഒരു സൂറത്തും കൂടിയാണ് സൂറത്ത് യൂസുഫ്. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം മുഴുവനും ആ ഒരു ഭാഗത്തൂടെ വിശദീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഇതേ പരീക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നേരിടുമെന്ന് പറയുന്ന ഒരു നിരീക്ഷണവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നു എന്നുള്ളതും ഈ സൂറത്തിൻ്റെ അല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ ബൈബിളിൻ്റെ തന്നെ പലതരം വിശദീകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ, അല്ലെങ്കിൽ തൽമൂദിൻ്റെ തന്നെ, ഈ യഹൂദരുടെ പ്രധാന ഗ്രന്ഥമായ തൽമൂദിൻ്റെ വിശദീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പലവിധ വ്യാഖ്യാനങ്ങളും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കൂടി കാണുവാൻ കഴിയും. ബൈബിളിലൂടെയും അതുപോലെ തന്നെ തൽമൂദിലൂടെയും കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ തഫ്സീറുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യൂസുഫ് അലൈഹി സ്വലാം അവസാനം വരെയും അദ്ദേഹം ഒരു അസീസായി, അവിടുത്തെ ഒരു പ്രത്യേകിച്ച് സമ്പന്ന ഒരു ട്രഷറിയുടെ ഉദ്യോഗസ്ഥനായെന്നോ അല്ലെങ്കിൽ മന്ത്രിയായോ ജീവിച്ചതായി എന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ തഫ്സീറുകളിൽ പലതും കാണുവാൻ കഴിയുന്നത്. എന്നാൽ ബൈബിളിൻ്റെ തന്നെ ഒരു ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാർ, മൗലാന മൗദൂദി അടക്കുന്ന ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാം അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായി മാറി എന്നുള്ളൊരു വിശദീകരണം കൂടി നമുക്ക് ആധുനിക തഫ്സീറുകളിൽ കാണുവാൻ കഴിയും. അപ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു അനിസ്ലാമികമായ ഭരണകൂടത്തിൻ്റെ കീഴിൽ അധികാരിയാവുക എന്നതിൻ്റെ അപ്പുറം ആ നാടിൻ്റെ തന്നെ അധികാരിയായി മാറുന്ന ഒരു വിശദീകരണം നമുക്ക് ഈ സൂറത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയും. അതിൽ ബൈബിളിൻ്റെ തന്നെ തെളിവുകളും കൂടി നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ വ്യത്യസ്തമായി തന്നെ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്ന, പാഠങ്ങൾ നൽകുന്ന ഒരു സൂറത്തും കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ലൈഫും കൂടിയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ. ക്ഷമയുടെ, ഈമാനിൻ്റെ, സെൽഫ് കൺട്രോളിൻ്റെ, ദഅവത്തിൻ്റെ, അധികാരമുണ്ടായിരിക്കുമ്പോൾ തന്നെ അതിനോട് കനിവും കരുണയും പ്രകടിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രതികാരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ലാ തസ്രീബ അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മേൽ പ്രതികാരമില്ല എന്ന് പറയുന്ന ഒരു കാരുണ്യത്തിൻ്റെ ഒരു സിമ്പലായി മാറുന്ന സാഹചര്യവും കൂടി ഈ സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ ഒരു പാഠങ്ങളെല്ലാം കരുണയും ദഅവത്തും അതുപോലെ തന്നെ നീതിയും അതിൻ്റെ കൂടെ ഈമാനിൽ അടിയുറച്ച് നിൽക്കുകയും അധാർമികമായ സാഹചര്യത്തിൽ പോലും ഈമാനിലൂടെ ഇസ്തിഖാമത്ത് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു നല്ലൊരു രൂപം എന്ന നിലയിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടി ചിത്രീകരിച്ച് തരുന്നുണ്ട്. ഇത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു മാതൃകയായി എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞ നല്ലൊരു കഥകൾ എന്ന നിലയിൽ, നല്ല ചരിത്രം എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഈ ചരിത്രത്തിൽ
അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും ചരിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയും പരിചയപ്പെടുത്തുന്നത്. അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.